നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം. കൈകൾ ഉയർത്തി അവൻ അവരെ അനുഗ്രഹിച്ച ശേഷം അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യം. എന്തിന് ഇതെല്ലാം? എന്തെല്ലാമാണ് നമ്മുടെ ഈശോ ചെയ്യുന്നത്? സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു, ഒരു കുറ്റാരോപിതനെ പോലെ കുരിശിൽ മരിക്കുന്നു, ഉയർക്കുന്നു, ഇപ്പോൾ ദേ സ്വർഗാരോഹണം ചെയ്യുന്നു. എന്തിന് ദൈവം ഇതെല്ലാം ചെയ്യുന്നു? നിരാശയുടെ ലോകത്തേക്ക് വന്നിട്ട് സ്വർഗം കാണിച്ചുകൊണ്ട് അവൻ പ്രതീക്ഷയുടെ ലോകമുണ്ടാക്കുകയാണ്. ഭൂമിയും ഭൗമികരും നിരാശയുടെ ലോകത്തു നിന്നും പ്രതീക്ഷയുടെ ലോകത്തേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നു. ചെയ്തവയെല്ലാം എല്ലാവരും കാണുന്നു, കാരണം എല്ലാവരും കാണണമെന്ന് അവന് നിർബന്ധമുണ്ട്. അവൻ ജനിക്കവേ മാലാഖമാർ ഇടയന്മാരെ അറിയിച്ചു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്താണർത്ഥം? നിരാശപ്പെടേണ്ട, രക്ഷയുണ്ടെന്ന്. കുരിശിൽ മരിക്കവേ എല്ലാവരും നോക്കി നിൽക്കെ ജീവിതകാലം മുഴുവൻ പാപം ചെയ്തവനോട് അവൻ പറയുന്നു, നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. എന്തിനു വേണ്ടിയാണ്? നിരാശപ്പെടേണ്ട, പർദീസ എന്ന് ഒന്നുണ്ട്. ഉയർത്തതിനു ശേഷം അവൻ എല്ലാവർക്കും സ്വയം കാണിച്ചു കൊടുക്കുന്നു. കാണുക, നിന്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. എന്താണർത്ഥം? നിരാശപ്പെടേണ്ട, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഒടുവിൽ സ്വർഗാരോഹണ സമയത്തും അവർ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എനിക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് നിങ്ങൾ കാണണം. നിനക്ക് വേണ്ടി എനിക്ക് പലതും ചെയ്യാനാവും എന്ന് നിങ്ങൾ കണ്ടറിയണം. അവൻ ജീവിതത്തിൽ ഉടനീളം പ്രതീക്ഷ നൽകുകയാണ്. നിങ്ങൾ നിരാശരായി കഴിയേണ്ടവരല്ല. നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന എന്നെ കാണുക. ഞാൻ നിന്റെ രക്ഷ സാധ്യമാക്കും. ഗ്രീക്ക് പാരമ്പര്യത്തിൽ സ്വർഗാരോഹണം എന്നതിന് ഉപയോഗിക്കുന്ന 2 വാക്കുകളിൽ ഒന്നിൻ്റെ അർത്ഥം എടുക്കൽ എന്നാണ്, മറ്റേതിൻ്റെ അർത്ഥം ഉന്നതങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നുമാണ്. അവൻ നമ്മെ കാണിക്കാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. ഉന്നതങ്ങളിൽ നിന്ന് നിങ്ങൾക്കായി ഞാൻ രക്ഷ കരുതി വച്ചിരിക്കുന്നു. നിങ്ങൾ നിരാശരാകേണ്ട, രക്ഷിക്കാൻ ഞാനുണ്ട്. ഞാൻ പോകുന്നിടത്ത് നിങ്ങളും ഉണ്ടാവണം എന്ന് അവൻ നിർബന്ധം പിടിക്കുന്നു. മനുഷ്യന് പ്രത്യാശ പകരാൻ വന്ന ദൈവം അവരെ പ്രത്യാശയുടെ കിരീടം ചൂടിക്കുകയാണിവിടെ. അവർ അവനെ ആരാധിച്ച് അത്യധികം സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. എവിടേക്ക്? ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം നഗരത്തിലേക്ക്. എന്തിന്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ അവർ കഴിഞ്ഞുകൂടി. പാപബോധവും പ്രത്യാശയും അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. കുറ്റബോധവും നിരാശയും നമ്മെ തിന്മയുടെ ചെയ്തികളിലേക്ക് അടുപ്പിക്കും. സ്വർഗത്തെ പറ്റിയുള്ള പ്രതീക്ഷയിൽ ജീവിക്കാം.